ഹായ് മക്കളെ, സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ എല്ലാ പരീക്ഷകൾക്കും, അതിനിപ്പോൾ ഒരു +2 ലെവലാണെങ്കിലും ശരി, ഡിഗ്രി ലെവലാണെങ്കിലും ശരി, എല്ലാ പരീക്ഷകൾക്കും ആവർത്തിച്ച് വരുന്ന ഒരു സെഷനാണ് വൊക്കാബുലറി കണ്ടൻറ്റിൽ വരുന്ന എതിർലിംഗം അല്ലേ. എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. താഴെ തന്നിരിക്കുന്നതിൽ പുല്ലിംഗ രൂപം ഏത്, താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ രൂപം ഏത്, അല്ലെങ്കിൽ ഒരു പുല്ലിംഗം തന്നിട്ട് അതിൻ്റെ സ്ത്രീലിംഗം ഏത്, അല്ലെങ്കിൽ ഒരു സ്ത്രീലിംഗ രൂപം തന്നിട്ട് അതിൻ്റെ പുല്ലിംഗം ഏത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാവുന്ന ഒരു സെഷനാണ് എതിർലിംഗം അല്ലേ. അപ്പോൾ പല പരീക്ഷകൾക്കും കുട്ടികൾക്ക് നല്ല കൺഫ്യൂഷനുള്ള ഒരു ടോപ്പിക്. നമുക്കിന്ന് ആകെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് 50 എതിർലിംഗ പദങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ 50 എതിർലിംഗം നമുക്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്തായിട്ട് അടുത്ത് വരുന്ന പരീക്ഷയ്ക്ക് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കൂടി കിട്ടട്ടെ എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. ദ്വിജൻ, ദ്വിജ അല്ലേ. അപ്പം ദ്വിജൻ എന്നാൽ ബ്രാഹ്മണൻ എന്നാണ് അർത്ഥം. ദ്വിജൻ എന്താണ്? ബ്രാഹ്മണൻ. അതിൻ്റെ എതിർലിംഗം ദ്വിജ. എളുപ്പമുണ്ട്, വലിയൊരു കോംപ്ലിക്കേഷനൊന്നും അതിനകത്തില്ല. ദ്വിജ, ദ്വിജൻ, ദ്വിജ. ദ്വിജൻ പുല്ലിംഗവും അതിൻ്റെ ദ്വിജ എന്ന് പറയുന്നത് സ്ത്രീലിംഗവുമാണ്. ഇനി കണിയാൻ, നമ്മൾ സാധാരണ ശൈലി പറയും കണിയാനെ പിടിച്ച് തെങ്ങിൽ കയറ്റുക എന്ന്. അതായത് പരിചിതമില്ലാത്ത ജോലി ചെയ്യിക്കുക. ഇപ്പോൾ എന്നെ കൊണ്ട് മാത്സ് പഠിപ്പിക്കാൻ പറഞ്ഞാൽ എനിക്ക് മാത്സ് പഠിപ്പിക്കാൻ അറിയില്ല. എനിക്ക് പരിചിതമായത്, എനിക്കറിയാവുന്ന വിഷയം എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പോൾ എന്നോട് മാത്സ് പഠിപ്പിക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ പറയും അത് കണിയാരെ പിടിച്ച് തെങ്ങിൽ കയറ്റുന്നതിന് തുല്യമാണെന്നല്ലേ. അപ്പോൾ കണിയാൻ എന്നത് പുല്ലിംഗമാണ്. അതിൻ്റെ സ്ത്രീ രൂപത്തെ, കണിയാർ സമുദായത്തിലെ സ്ത്രീകളെ കണിയാട്ടി എന്നാണ് പറയുന്നത്. ഇനി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കണിയാൻ എന്ന പദത്തിൽ എന്ത് അല്ലെങ്കിൽ കണിയാൻ എന്ന് പറഞ്ഞാൽ അത് ഏകവചനമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ കണിയാര് എന്ന് പറയാറുണ്ട്. കണിയാർ, കണിയാർ എന്ന് പറഞ്ഞാൽ അത് പൂജക ബഹുവചനമാണ്. അതായത് കണിയാനാണ്, പക്ഷേ ബഹുമാന പുരസരം കണിയാനെ, കണിയാരേ കണിയാരേ എന്ന് പറയും. ജോത്സ്യമൊക്കെ നോക്കുന്ന, അതായത് നാളൊക്കെ കുറിച്ച് അങ്ങനെയൊക്കെ പ്രവചിക്കുന്ന ആളിനെയാണ് നമ്മൾ കണിയാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെയല്ലേ ജോത്സ്യരും. ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ നമ്മൾ ബഹുമാന പുരസരം പുള്ളിയെ ജോത്സ്യർ എന്ന് പറയും. അതും എന്താണ്? പൂജക ബഹുവചനം. അപ്പോൾ കണിയാൻ, കണിയാട്ടി. ഇനി ഗണകൻ. ഗണകൻ എന്നാൽ ഗണകി എന്നാണ് അർത്ഥം. ഗണക സമുദായത്തിലെ സ്ത്രീകളെയാണ് എന്തു പറയുന്നത്? ഗണകനും ഗണകി. ഗണകി ആ ഗണക സമുദായത്തിലെ സ്ത്രീയാണ് ഗണകി. ഇനി അപൂർവമായി ഗണക എന്നും കാണുന്നുണ്ട്, പക്ഷേ ഗണിക എഴുതരുത്. ഗണിക എന്നാൽ മോശം രീതിയിൽ അല്ലെങ്കിൽ സദാചാര വിരുദ്ധമായി ജീവിക്കുന്ന സ്ത്രീയെ നമ്മൾ ഗണിക എന്ന് പറയും. ഗണിക. വാസവദത്ത ഒരു ഗണികയായിരുന്നു എന്ന് പറയും. ഗണകൻ, ഗണകി കറക്റ്റാണ്. ഗണക എന്ന് പറയാറില്ല, ഗണക സമുദായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കൺഫ്യൂഷൻ ഇട നൽകും. ഗണകൻ, ഗണക്കി തന്നെ പഠിച്ചാൽ മതി. കാര്യം വാസവദത്തയില്ലേ, കുമാരനാശാൻ്റെ കരുണ എന്ന കാവ്യം ആരംഭിക്കുമ്പോൾ തന്നെ വാസവദത്ത ഒരു ഗണികയായിരുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. കാരണം നമ്മുടെ ഉപഗുപ്തൻ, വാസവദത്തയിലെ മുഖ്യ കഥാപാത്രമായ ഉപഗുപ്തനും കരുണയിലെ മുഖ്യ കഥാപാത്രങ്ങളാണല്ലോ ആര്? ഉപഗുപ്തനും വാസവദത്തെ. അപ്പോൾ ഇങ്ങനെ വാസവദത്ത തോഴിയോട് പറയുന്നുണ്ട്, സമയമായില്ല പോലും, സമയമായില്ല പോലും, ക്ഷമേൻ്റെ ഹൃത്തിൽ നിന്ന് ഒഴിഞ്ഞു തോഴി. അങ്ങനെ ഗണികയായ അവൾ പറയുന്നു എന്ന് പറഞ്ഞാണ് കാവ്യം ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗണക സമുദായത്തിലെ സ്ത്രീയെ ഗണിക എന്ന് വിളിക്കാനാവുമോ? ഗണകി. ഇനി ദൗഹിത്രൻ, മകളുടെ മകനാണ് ദൗഹിത്രൻ, മകളുടെ മകൾ ദൗഹിത്രി. ദൗഹിത്രി. ഇനി യാദവൻ നോക്കൂ, ആരാണെന്ന്? യദുകുലത്തിൽ ജനിച്ചവനാണ് യാദവൻ. യദുകുലജാതൻ യാദവൻ, യദുകുലജാത യാദവി. രാഷ്ട്രികൻ. രാഷ്ട്രത്തെക്കുറിച്ചും രാഷ്ട്ര സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അറിയാവുന്നവൻ അല്ലെങ്കിൽ രാഷ്ട്രത്തിൽ വസിക്കുന്നവനെയും നമ്മൾ രാഷ്ട്രികൻ എന്ന് പറയും. പെണ്ണിലേക്ക് വരുമ്പം രാഷ്ട്രിക. ഇനി വഞ്ചകൻ അല്ലേ. വഞ്ചന ചെയ്യുന്ന പുരുഷനെ നമ്മൾ വഞ്ചകനെന്നും വഞ്ചന ചെയ്യുന്ന സ്ത്രീയെ വഞ്ചകി. വഞ്ചികയല്ല, വഞ്ചകി അല്ലേ. ഇനി ചതിയൻ എന്ന പദത്തിന് കറക്റ്റ് സ്ത്രീലിംഗ രൂപം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ വഞ്ചിക്കാറേ ഉള്ളൂ, ഞങ്ങൾ ചതിക്കാറില്ല. അപ്പോൾ ചതിച്ചി എന്നും ചതിയത്തി എന്നും ഒന്നും പ്രയോഗിക്കാറില്ല, ചതിയൻ മാത്രമേ ഉള്ളൂ. പക്ഷെ വഞ്ചകന് വഞ്ചകി ഉണ്ട്. ഇനി വിഖ്യാതൻ, പേര് കേട്ടവൻ എന്നാൽ പേര് കേട്ടവൾ. വിഖ്യാത, അത് വിഖ്യാതി എന്ന് പറയൂല, വിഖ്യാത. വിഖ്യാതൻ, വിഖ്യാത. ഇനി നോക്കൂ, വിദഗ്ധൻ. വൈദഗ്ധ്യം
വൈദഗ്ധ്യം എന്ന പദത്തിൽ നിന്നും ഉണ്ടായി വന്ന പദമാണ് അല്ലേ? അപ്പോൾ വൈദഗ്ധ്യം നോക്കൂ, അങ്ങനെ വൈദഗ്ധ്യമുള്ളവനെ നമ്മൾ വിദഗ്ധനെന്നും പെണ്ണാണെങ്കിൽ വിദഗ്ധ എന്നും പറയും. വേദി പാണ്ഡിത്യമുള്ളവൻ, അവനൊരു പാണ്ഡിത്യമുള്ളവനാണ്. പാണ്ഡിത്യമുള്ളവനെ നമ്മൾ പണ്ഡിതനെന്ന് പറയും അല്ലേ? ആ പണ്ഡിതന് വേദി എന്നും പറയാം. വേദിക, പണ്ഡിത എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാം. ശാലീനൻ, സാധാരണയായി പുരുഷ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ പുരുഷൻ്റെ സൗന്ദര്യം ഉള്ള പുരുഷന് നമ്മൾ സുമുഖൻ എന്നാണ് പറയുന്നത്. സുന്ദരനെന്നോ സുമുഖനെന്നോ പറയാം. പക്ഷേ ശാലീനമെന്നാൽ കൃത്രിമമായ സൗന്ദര്യം അല്ലാത്തത്, അതായത് ആ കൃത്രിമമായ സൗന്ദര്യമുള്ള ആളിനെയാണ് ശാലീനൻ എന്ന് പറയുന്നത്. അതിൻ്റെ പെണ്ണിനെ ശാലീന എന്നോ ശാലിനി എന്നോ പറയാം. ഇനി അക്കിത്തിരി ഒരു സമുദായമാണ്. അക്കിത്തിരി, സാമൂതിരി ഒരു സ്ഥാനപ്പേരല്ലേ, അതുപോലെ ഒരു സമുദായ പേരാണ് അക്കിത്തിരി. അക്കിത്തിരി സമുദായത്തിലെ പുരുഷന്മാരെല്ലാം അക്കിത്തിരികളും പെണ്ണുങ്ങളിലേക്ക് വരുമ്പോൾ പത്തനാടി എന്ന വിഭാഗത്തിലേക്ക് എത്തുന്നു. അക്കിത്തിരിയും പത്തനാടിയും, അക്കിത്തിരിയും പത്തനാടിയും. ഇനിയുണ്ട് നമ്പി. നമ്പി, നങ്ങ. നമ്പി എന്താണ്? നങ്ങയാണ്. നമ്പി എന്ന് പറയുന്നത് നമ്പി സമുദായമുണ്ട്. ആ നമ്പി നങ്ങി, നങ്ങ. അതേസമയം നമ്പ്യാർ എന്ന് വന്നാൽ നമ്പ്യാറുടെ എതിർലിംഗമാണ് എന്ത്? നങ്ങ്യാർ. നമ്പ്യാർ നങ്ങ്യാരെന്നും നമ്പി നങ്ങയെന്നും പറയണം. ചാക്യാരാണെങ്കിൽ ഇല്ലൂടമ്മയാണ്. ഇപ്പം ചില കുട്ടികളെങ്കിലും ചാക്യാരെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നങ്ങ്യാർ, ചാക്യാർ കൂത്ത് ഓർത്ത് ആൻസർ ചെയ്യും. പക്ഷെ ഇത് തെറ്റാണ്. ചാക്യാർ ഇല്ലൂടമ്മയാണ്. ഇനി മൂസത്, മനയമ്മ. മൂസത് മനയമ്മ. ഉണ്ണി, ഇട്ടി. ഉണ്ണിത്താൻ എന്നാണ് വരുന്നതെങ്കിൽ, ഉണ്ണിത്താനാണെങ്കിൽ എന്തു പറയാം? ഇട്ടിയമ്മ എന്ന് പറയാം. ഉണ്ണിത്താൻ ഇട്ടിയമ്മയും ഉണ്ണി ഇട്ടിയുമാണ്. മാരാൻ അല്ലേ? മാരാൻ എന്നാൽ മാരാർ എന്ന വിഭാഗത്തിലെ പുരുഷനാണ് മാരാൻ. പെണ്ണിലേക്ക് വരുമ്പോൾ മാരാത്തി എന്നോ മാരസ്യാർ എന്നോ പറയാം. അതെ, അപ്പോൾ മാരാർ എന്ന പ്രയോഗം എന്തിലേക്ക് വരും? പൂജക ബഹുവചനം. ഇനി നമ്പ്യാർ നങ്ങ്യാരും എന്തു തന്നെ? പൂജകം തന്നെ. ഒരു പേരിൻ്റെ ഒപ്പം കുഞ്ചൻ നമ്പ്യാർ ഒരാളല്ലേ ഉള്ളൂ, അറപ്രത്യയം ചേർത്തു. പൂജക ബഹുവചനം. നങ്ങ്യാർ, ശ്രീദേവി നങ്ങ്യാർ പേരിടാറുണ്ട് അങ്ങനെ. അപ്പം നങ്ങ്യാർ വന്നു, അതും പൂജകം തന്നെ. അതുപോലെ മാരാൻ എന്ന് പറയുന്നത് ഏകവചനമാണ്. പക്ഷെ മാരാർ എന്ന് പറയുമ്പോൾ പൂജക ബഹുവചനവും. മാരാരുടെ എതിർലിംഗം മാരസ്യാരെന്നോ മാരാത്തി എന്നോ പറയാം. അടിയാൻ, അടിയാട്ടി അല്ലേ? അടിയാൻ, അടിയാളത്തി എന്ന് പറഞ്ഞാലും ശരി തന്നെ. അടിയാളത്തി എന്നോ അടിയാട്ടി എന്നോ രണ്ടിലേതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, ഓപ്ഷനില്ല. ഇനി വാര്യർ, വരസ്യാർ. അപ്പോൾ വാര്യറും എന്തു തന്നെ? പൂജക ബഹുവചനം തന്നെ അല്ലേ? വാരസ്യാരും എന്തു തന്നെ? പൂജക ബഹുവചനം. അപ്പോൾ മാരസ്യാരും വാരസ്യാരും വാര്യറുമൊക്കെ പൂജക ബഹുവചനമാണ്. അതിൻ്റെ കറക്റ്റ് എതിർലിംഗമാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി പിഷാരടി, പിഷാരസ്യാർ, അത് നമുക്ക് പൂജകം പറയാം. ഒരു പേരിൻ്റെ ഒപ്പം പിഷാരസ്യാർ എന്നുപയോഗിച്ചാൽ അതെന്ത് തന്നെ? പൂജക ബഹുവചനമായി വരും. നോക്കൂ, ഭഗവാൻ, ഭഗവതി. ഭഗവാൻ എന്താവും? ഭഗവതിയായി മാറും. ഭവാനാണെങ്കിൽ ശ്രദ്ധിക്കണം, ഭവാനാണെങ്കിൽ എന്തുവരും? ഭവതിയാണ് വരേണ്ടത്. ഭവാൻ ഭവതി, ഭഗവാൻ ഭഗവതി. ഇനി സഖാവ്, സഖി. സേവകൻ, സേവിക. ഇപ്പം ഗ്രാമസേവകൻ, ഗ്രാമസേവിക, ഗ്രാമത്തെ സേവിക്കുന്നവൻ, സേവിക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ സേവകൻ, സേവിക. ഇനിയുണ്ട് കാരണവർ, കാരണവത്തി എന്ന് പറയാം. കാരണവത്തി. അപ്പോൾ കാരണവർ എന്താണെന്ന് പറയേണ്ടി വരും? പൂജക ബഹുവചനം. അതും പൂജക ബഹുവചനം. കാരണവർ, ജ്യോത്സ്യർ, മാരാർ, മാരസ്യാർ, വാര്യർ, വാരസ്യാർ അല്ലേ? അവിടെയൊക്കെ പൂജക ബഹുവചനമായിട്ട് നമ്മൾ ഉപയോഗിക്കും. കണിയാർ. ഇനി തേജസ്സുള്ള പുരുഷനെയാണ് എന്തു പറയുന്നത്? തേജസ്വി. ഇനി തേജസ്സുള്ള സ്ത്രീയിലേക്ക് വരുമ്പോൾ തേജസ്വിനി.
ഓക്കെ, അപ്പോൾ തേജസ്വിയും തേജസ്വിനിയുമാണ്. ഇനി നോക്കാം, തന്ത്രവിദ്യകൾ പഠിച്ചവൻ, തന്ത്രവിദ്യ പഠിച്ചവൻ അല്ലേ, തന്ത്രവിദ്യ പഠിച്ചവൻ താന്ത്രികൻ. യെസ്, തന്ത്രവിദ്യ പഠിച്ചവൻ, ഒറ്റ പദത്തിൽ താന്ത്രികൻ എന്ന് പറയും. ഇനി പെണ്ണിലേക്ക് വരുമ്പം താന്ത്രിക, തന്ത്രവിദ്യ പഠിച്ച സ്ത്രീയിലേക്ക് വരുമ്പോൾ എന്താകും? താന്ത്രിക, താന്ത്രിക എന്നാവും. നർത്തകൻ നർത്തകി, നൃത്തം അഭ്യസിച്ച പുരുഷൻ നർത്തകൻ, നൃത്തം അഭ്യസിച്ച സ്ത്രീയാകുമ്പോൾ നർത്തകി. നരൻ, നരൻ ആണ്, മനുഷ്യൻ എന്നൊക്കെയുള്ള അർത്ഥം, പക്ഷെ പുരുഷനെയാണ് നരൻ എന്ന് പറയുന്നത്. പെണ്ണിലേക്ക് വരുമ്പം നാരി, നരനാരി സങ്കല്പം എന്നൊക്കെ പറയും, ശിവന്റെ അർദ്ധനാരീശ്വര സങ്കല്പത്തെ. അപ്പം നരൻ, നാരി. ഇനി നിയുക്തൻ, ഒരു കാര്യത്തിനായിട്ട് പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന ആളിനെയാണ് നിയുക്തൻ അല്ലേ, നിയുക്ത മന്ത്രി, അടുത്തതായി വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ നിയുക്തൻ, നിയുക്ത പറയും. അതുപോലെ നിരപരാധി, നിരപരാധി, നിരപരാധിനി, അപരാധം ചെയ്യാത്ത പുരുഷൻ നിരപരാധി, അപരാധം ചെയ്യാത്ത സ്ത്രീയെ പറയും നിരപരാധിനി. അപ്പോൾ അപരാധി, അപരാധിനി. അപ്പോൾ നമുക്ക് അതേ ആംഗിളിൽ തന്നെ അതും പറയാം. അപരാധി എന്നാൽ അതിൻ്റെ എതിർലിംഗമായി എന്തു വരും? അപരാധിനി വരും. അപരാധി, അപരാധിനി, നിരപരാധി, നിരപരാധിനി. പതിയാണെങ്കിൽ പത്നിയാണ്, പതി, പത്നി. അതുപോലെ പരിചാരകൻ, പരിചാരക. പരിചാരകൻ എന്ന് പറഞ്ഞാൽ വേലക്കാരൻ, ജോലിക്കാരൻ. എന്നാൽ ജോലിക്കാരി എന്നുള്ള അർത്ഥത്തിൽ പരിചാരിക, പരിചാരിക. നോക്കൂ, പാപി, പാപിയാണെങ്കിൽ പാപിനി വരും, പാപി, പാപിനി. പാഞ്ചാലൻ, പാഞ്ചാലൻ എന്തായി വരും? പാഞ്ചാലൻ, പാഞ്ചാല, പാഞ്ചാലൻ. പാഞ്ചാല ദേശത്തെ രാജാവിനെ പാഞ്ചാലൻ എന്നും പാഞ്ചാല ദേശത്തെ രാജ്ഞിയെ പാഞ്ചാലി എന്നും പറയും, പാഞ്ചാല എന്നും പറയും. ഇനി പാഞ്ചാലപുത്രി എന്ന് ചോദിച്ചാലാണ് എന്ത് വരുന്നത്? പാഞ്ചാലി വരുള്ളൂ. അല്ലാതെ പാഞ്ചാലൻ്റെ ഭാര്യ എതിർലിംഗം അല്ലേ, അതായത് ആര്? ദ്രൗപദിയല്ലേ, ദ്രൗപദിയല്ലേ. യെസ്. ഇനി ബുദ്ധനാണെങ്കിൽ ബുദ്ധി എന്ന് പറയൂല, ബുദ്ധനാണെങ്കിൽ ബുദ്ധയാണ്. ബുദ്ധൻ, ബുദ്ധ, ബുദ്ധൻ, ബുദ്ധ. ഓക്കെ. ഇനി ബ്രാഹ്മണൻ ആണെങ്കിൽ ബ്രാഹ്മണിയാണ്, ബ്രാഹ്മണൻ, ബ്രാഹ്മണി, ബ്രാഹ്മണൻ, ബ്രാഹ്മണി. ഭവാനാണെങ്കിലോ ഭവതി വരും, ഭവാൻ, ഭവതി. ഭഗവാനാണെങ്കിൽ നമ്മൾ പഠിച്ചു അല്ലേ, ഭഗവാനാണെങ്കിൽ എന്തു വരും? ഭഗവതി വരും. ഭവാനാണെങ്കിലോ ഭവതിയും വരും. ഇനി ബ്രാഹ്മണൻ, ബ്രാഹ്മണി. ക്ഷത്രിയനാണെങ്കിലോ ക്ഷത്രിയാണി, ക്ഷത്രിയൻ എന്താവും? ക്ഷത്രിയാണി, ക്ഷത്രിയാണി. ഓക്കെ. ഭിക്ഷു, ഭിക്ഷുകി. നമുക്കറിയാം ചണ്ഡാല ഭിക്ഷുകി. അതുപോലൊരു പാട്ടില്ലേ, പ്രേമ ഭിക്ഷുകി, ഭിക്ഷുകി, ആ പാട്ട്. അപ്പോൾ ഭിക്ഷുകി അല്ലേ, പല കുട്ടികളും ഭിക്ഷുവിന് ഭിക്ഷുണി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചണ്ഡാല ഭിക്ഷുണി എന്നല്ലല്ലോ, കുമാരനാശാൻ്റെ ചണ്ഡാല ഭിക്ഷുകിയല്ലേ, അത് ഓർത്താലും മതി, ഭിക്ഷുകി. ഇനി മടയനാണെങ്കിൽ മടിച്ചിയല്ല, മടയൻ, മടയി. ശ്രദ്ധിച്ചോളണം, മടയൻ, മടയി. ഇനിയുണ്ട് മടിയനാണെങ്കിൽ അത് മടയി വരൂല, മടിച്ചി, മടിച്ചി. മടിയൻ, മടിച്ചി, മടയൻ, മടയി. അവളൊരു മടയി തന്നെ, അവനൊരു മടയൻ തന്നെ എന്ന് പറയില്ലേ. ഇനി പ്രസംഗകനാണ്, പ്രാസംഗികനല്ല. അപ്പോൾ പ്രസംഗകനും പ്രസംഗകയുമാണ്, പ്രസംഗക. യെസ്. അതുപോലെ പ്രഭാഷകൻ, പ്രഭാഷക. പ്രഭാഷണം നടത്തുന്നവൻ പ്രഭാഷകൻ അല്ലേ, അതിൻ്റെ പെണ്ണിലേക്ക് വരുമ്പോഴോ പ്രഭാഷക. അതുപോലെയാണ് പ്രസംഗിക്കുന്നവൻ പ്രസംഗകൻ, അതിൻ്റെ പെണ്ണിലേക്ക് വരുമ്പോൾ പ്രസംഗക ആവും. എന്താവും? പ്രസംഗക. അതുപോലെ ഭീമനാണെങ്കിൽ ഭീമ. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഭീമപുത്രിയാണെങ്കിൽ, ഭീമപുത്രിയാണെങ്കിൽ ഭൈമിയാണ്, ഭൈമി. അതാരാ? ദമയന്തിയാണ്. ആരാണ്? ദമയന്തി. ഭീമപുത്രി, ഭൈമി, ദമയന്തി. പക്ഷേ ഭീമൻ്റെ ഭാര്യ അല്ലേ,
ഭീമൻ്റെ സഖി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഭീമ എന്നാണ് ഉപയോഗിക്കുന്നത്. ഭീമ. ഇനി നോക്കൂ, ഭ്രാതാവ്, സഹോദരൻ. അപ്പോൾ അതിൻ്റെ എതിർലിംഗം ഭഗിനി എന്നോ സ്വസാവെന്നോ പറയാം. ഭ്രാതാവ്, ഭഗിനി ഓർ സ്വസാവ്. ഇനി നോക്കണേ, കുടുംബസ്ഥൻ, കുടുംബിനി. അതുപോലെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഗൃഹികൻ ഓർ ഗൃഹസ്ഥൻ. ഇതെല്ലാം ചേരുമ്പോൾ എന്താവും? ഗൃഹസ്ഥൻ. ഇതെല്ലാം ചേർന്നാൽ ഗൃഹിണിയാവും. ഏതാവും? ഗൃഹിണി. അപ്പം ഗൃഹികൻ, ഗൃഹസ്ഥൻ മൂന്നിൻ്റെയും എതിർലിംഗം എന്ത് തന്നെ? ഗൃഹിണി തന്നെ. ഗൃഹിണി. അപ്പോൾ ഭീമൻ, ഭീമ. ഭ്രാതാവ്, ഭഗിനി, സ്വസാവ്. ഇനി കുടുംബസ്ഥനാണെങ്കിൽ കുടുംബിനി. കുടുംബസ്ഥൻ, കുടുംബിനി. ഗൃഹികൻ, ഗൃഹസ്ഥൻ, ഗൃഹിണി. ഗുരു ആണെങ്കിൽ ഗുർവി. അത് നിങ്ങൾ എന്നെ എങ്ങനെയല്ലേ വിളിക്കുന്നത്? ഗുർവി എന്ന്. അപ്പോൾ ഗുരുവിൻ്റെ എതിർലിംഗം ഗുർവി ആയിരിക്കും. ഇനി ജാമാതാവ് സ്നുഷ. ജാമാതാവ് എന്ന് പറഞ്ഞാൽ ആര്? മകളുടെ ഭർത്താവ്. മകളുടെ ഭർത്താവിന് പറയുന്ന ഒറ്റപ്പദമാണ് ജാമാതാവ്. ഇനി മകൻ്റെ ഭാര്യ സ്നുഷാരാണ്? മകൻ്റെ ഭാര്യയാണ്. അപ്പം മകൻ്റെ ഭാര്യയെ വിളിക്കുന്ന പേരാണ് സ്നുഷ. ഇനി ശ്വശുരനോ? ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛനെ ശ്വശുരൻ എന്നും ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അമ്മയ്ക്ക് ശ്വശ്രു എന്നുമാണ് പറയുന്നത്. പുത്രൻ്റെ പുത്രൻ, പൗത്രൻ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു എതിർലിംഗം. പുത്രൻ്റെ പുത്രിയോ? പൗത്രി. പക്ഷി, അത് പുല്ലിംഗമാണ്. പക്ഷി എന്താണ്? പുല്ലിംഗമാണ്. അതിൻ്റെ സ്ത്രീലിംഗമോ? പക്ഷിണിയാണ്. എന്തുവരും? പക്ഷിണി. സന്യാസി, സന്യാസിനി. സ്നേഹവാൻ, സ്നേഹവതി. ബുദ്ധിമാൻ, ബുദ്ധിമതി. ഗുണവാൻ, ഗുണമുള്ള പുരുഷനെ ഗുണവാനെന്നും ഗുണമുള്ള സ്ത്രീയെ ഗുണവതി എന്നും പറയും. ഗുണവാൻ, ഗുണവതി. ഇനി നോക്കൂ, ബുദ്ധിമാൻ. ബുദ്ധിയുള്ള പുരുഷൻ ബുദ്ധിമാൻ, ബുദ്ധിയുള്ള സ്ത്രീയെ നമ്മൾ ബുദ്ധിമതി എന്ന് പറയും. ഓക്കെ. അതുപോലെ തന്നെയല്ലേ മനീഷ എന്ന വാക്കിൻ്റെ അർത്ഥം ബുദ്ധി എന്നാണ്. ബുദ്ധിയാണ് മനീഷ അല്ലേ? അപ്പോൾ ബുദ്ധിയുള്ള പുരുഷനെ എന്തു പറയും? മനീഷി. പുല്ലിംഗരൂപം. പുല്ലിംഗരൂപം. ഇനി അതിൻ്റെ സ്ത്രീലിംഗരൂപം മനീഷിണിയാണ്. മനീഷിണിയാണ് അതിൻ്റെ എന്ത്? സ്ത്രീലിംഗ രൂപം. അപ്പോൾ പുല്ലിംഗ രൂപത്തിൽ മനീഷി വരുന്നത്, സ്ത്രീലിംഗ രൂപത്തിൽ എന്തു വരും? മനീഷിണി എന്ന് വരും. ഇനി ആവർത്തിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി, 1-2 ചോദ്യങ്ങൾ ഞാനൊന്ന് പറയാം. ഓക്കെ. അതിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് കീകടം. കീകടം അല്ലേ? കീകടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആൺകുതിരയാണ് എന്തു പറയുന്നത്? ആൺകുതിരയാണ് കീകടം. ഇനി അതിൻ്റെ പെൺകുതിരയിലേക്ക് വരുമ്പം കീകടി എന്ന് പറയും. അപ്പോൾ കീകടം ആൺകുതിര, കീകടി പെൺകുതിര. അതുപോലെ വാരി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വാരി കൊമ്പനാനയാണ്. വാരി എന്താണ്? കൊമ്പനാന. അപ്പോൾ അതിൻ്റെ പെണ്ണിനെ എന്തു പറയും? വാരിണി എന്ന് പറയും. പിടിയാനയെ. അതുപോലെ തന്നെ കൊമ്പനാനയെ പറയുന്ന പേരാണല്ലേ കരി. നമുക്കറിയാം. കരിയാണെങ്കിൽ പെണ്ണിലേക്ക് വരുമ്പം കരിണി. വാരിണി, കരിണി. ഓക്കെ അല്ലേ? അപ്പോൾ ചില മൃഗങ്ങളുടെയൊക്കെ പേരുകളിലേക്ക് വരുമ്പോൾ ഇപ്പം ചകോരം അല്ലേ? ചകോരം. ചകോരം എന്നാൽ ചെമ്പോത്ത് എന്നാണ് അർത്ഥം. ചകോരം. അതിൻ്റെ സ്ത്രീലിംഗ രൂപത്തിലേക്ക് വരുമ്പോൾ ചകോരി. നമ്മൾ പാട്ടിൽ കേട്ടിട്ടില്ലേ? പ്രേമ ചകോരി. അപ്പം ചകോരം, ചെമ്പോത്ത്. അതിൻ്റെ എതിർലിംഗത്തിലേക്ക് വരുമ്പോഴാണ് ചകോരി എന്നത് ഉണ്ടാകുന്നത്. അപ്പം അതൊക്കെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. അതുപോലെയാണ് മനുഷ്യൻ എന്ന് എഴുതുന്നത് അല്ലേ? മനുഷ്യൻ ഏകവചനമാണ്. മനുഷ്യർ എന്ന് പറയുമ്പോഴേ അത് ബഹുവചന രൂപമാവുന്നുള്ളൂ. അപ്പോൾ മനുഷ്യൻ ഒരു ഏകവചന, അതിൻ്റെ സ്ത്രീലിംഗ രൂപത്തിലേക്ക് വരും. മനുഷ്യൻ പുല്ലിംഗമാണ്. മനുഷ്യൻ ഏകവചന പുല്ലിംഗ
ആണ്. ഇനി അതിൻ്റെ പെണ്ണിലേക്ക് വരുമ്പോൾ നോക്കൂ, മനുഷ്യൻ എന്ന് തന്നെ എഴുതുന്നതിൻ്റെ വള്ളിയിട്ടാൽ മതി. അതേസമയം പ്രഭു ആണെങ്കിൽ നമുക്കറിയാം പ്രഭ്വി എന്ന് നമ്മൾ എഴുതും. പ്രഭു, പ്രഭ്വി. ഇനിയും കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉള്ള ഒന്നാണ്, വിരഹം അനുഭവിക്കുന്ന പുരുഷനെ എന്ത് വിളിക്കും? അപ്പോൾ ചിലപ്പോൾ ഓപ്ഷനിൽ വിരഹിതാവ്, വിരഹൻ എന്നൊക്കെ തരും. അല്ല, വിരഹി പുല്ലിംഗമാണ്. വിരഹി എന്താണ്? പുല്ലിംഗമാണ്. അതിൻ്റെ സ്ത്രീലിംഗത്തിലേക്ക് വരുമ്പോൾ വിരഹിണി ആവും. വിരഹിണി. കണ്ടില്ലേ? അപ്പോൾ വിരഹം അനുഭവിക്കുന്ന പുരുഷൻ വിരഹിയാണെങ്കിൽ വിരഹം അനുഭവിക്കുന്ന സ്ത്രീയിലേക്ക് വരുമ്പോൾ വിരഹിണി എന്നതിലേക്ക് മാറും. വിരഹിണി. അപ്പോൾ ചില ഈ കീകടമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും. കീകടം, കീകടി, വാരി, വാരിണി, കരികരിണി, ചകോരം, ചകോരി, മനുഷ്യൻ, മനുഷ്യ. പുല്ലിംഗ രൂപമാണ് മനുഷ്യൻ, അതിൻ്റെ സ്ത്രീലിംഗം മനുഷ്യ. അതിലിതാ ഈ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സിമ്പലല്ല ഇടേണ്ടത്, ഇതാണ് ഇടേണ്ടത് മനുഷ്യ എന്നുള്ളതിന്. ഈ ചിലതിൽ ഇങ്ങനെയൊക്കെ ഇട്ട് കാണും, അത് തെറ്റാണ്. മനുഷ്യൻ, മനുഷ്യ എന്ന് തന്നെ വരണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു പുല്ലിംഗ സ്ത്രീലിംഗ രൂപം നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അടുത്തുള്ളൊരു പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏകദേശം 50ഓളം എന്തുണ്ട്, 50ഓളം പിന്നെ പദങ്ങളാണ്, പല പുല്ലിംഗ രൂപങ്ങളും അതിൻ്റെ സ്ത്രീലിംഗ രൂപങ്ങളുമാണ് നമ്മളിപ്പോൾ ഒന്ന് പഠിച്ചത്. എല്ലാം വളരെ പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിച്ചു പോകുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തായാലും എതിർലിംഗത്തിൽ നിന്നൊരു ചോദ്യം ഇതിൽ നിന്നും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.